ജോർജ് ബെഡ്പാറ, ഞാൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദ ചോദിച്ച അതേ കാര്യം തന്നെയാണ്. അത് തിരുത്തേണ്ട ഒരു സമയമുണ്ട് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം. ഇനിയും കിടക്കുന്നു 4 മാസം. പക്ഷെ ആ തിരുത്തൽ ഉണ്ടാകണമെങ്കിൽ ആ തിരുത്തേണ്ടതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സ്വയം അംഗീകരിക്കൽ ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രതിഫലനം ഈ നേതാക്കളുടെ പ്രതികരണത്തിലുണ്ടോ എന്നുള്ളത് ആദ്യ ചോദ്യമാണ്. അതിനുശേഷമാകാം കോൺഗ്രസിന്റെ അടുത്ത അജണ്ട എന്താകുമെന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ഇപ്പൊ തന്നെ താങ്കൾ സൂചിപ്പിച്ച ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ധനകാര്യ വിദഗ്ധനും ധനകാര്യ മന്ത്രിയും ഒക്കെ ആയിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞത് പാർട്ടിയിൽ തിരുത്തൽ ആവശ്യമാണ്. ഈ തിരുത്തൽ നയങ്ങളിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം. ആ തിരുത്തൽ എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം അങ്ങ് ഏറ്റവും താഴെ തട്ടിലുള്ള പാർട്ടി സംഘടനയെ നയിക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി തലം വരെയുള്ളവരിൽ തിരുത്തൽ ആവശ്യമാണ് എന്നുള്ളതാണ്. പാർട്ടിയിലെ ഒരു അടിമടി തിരുത്തൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിവക്ഷിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. തിരുത്തൽ ആവശ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടു കൂടി പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കാണുന്ന കാഴ്ച എന്തിനേയും ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കുറെ കാലമായിട്ട് കാണുന്നത്. അടിസ്ഥാനപരമായിട്ട് വരുന്ന നയവ്യതിയാനങ്ങളെ പോലും ന്യായീകരിക്കുന്നു. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും എടുത്തുകൂടാത്ത തീരുമാനങ്ങൾ നിരന്തരം എടുക്കുമ്പോഴും അവരുടെ നേതാക്കൾ ഒരിക്കലും പാടില്ലാത്ത രീതിയിലുള്ള ആർഭാടങ്ങളിലും, അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സർക്കാരിന്റെ മുഖ്യമന്ത്രി ഒരിക്കലും പാടില്ലാത്ത രീതിയിൽ സഞ്ചരിക്കുമ്പോഴും, അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ അനിവാര്യമായ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതിഷേധങ്ങളെ പോലും അതിക്രൂരമായി അടിച്ചമർത്തുമ്പോൾ, ഒരു കറുത്ത വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത തുണി കാണുമ്പോൾ പോലും ഹാലിളകുന്ന ഒരു പോലീസിനെയും ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിക്കുന്ന കാഴ്ചകളും, ഏറ്റവും ഒടുവിൽ ശബരിമല കൊള്ളയിൽ ഉൾപ്പെട്ട പാർട്ടി നേതാക്കൾക്കെതിരെ പോലും നടപടി എടുക്കാൻ മടിക്കുന്ന ആ പാർട്ടിയുടെ, അതിനെ ഭയമെന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കാം, എന്തായാലും അതൊക്കെയും ചേരുന്ന, അതുപോലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ ന്യായീകരിക്കുന്നു. അങ്ങനെ നിരന്തരം ന്യായീകരണങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പ് വിജയം, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട്, ഞങ്ങൾ ചെയ്തതിനെല്ലാം, ഞങ്ങളുടെ നയങ്ങൾക്കെല്ലാം കിട്ടിയ അംഗീകാരമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ജനം ഓർമ്മിപ്പിക്കുകയാണ്, അല്ല, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനം കൊടുക്കുന്ന കൃത്യമായ താക്കീത് ഇതൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ പാർട്ടിയെ നയിക്കുന്ന, ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ആളുകളിൽ നിന്ന്, മന്ത്രിമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്ന്. ഇതിനെ ഈ പറഞ്ഞതുപോലെ ഈ വിരുദ്ധ വികാരത്തെ, ഈ ജനവിരുദ്ധ വികാരത്തെ, ഈ പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് ക്ലിക്ക് ചെയ്ത ഈ കിറ്റ് കൊടുത്തൊക്കെ അതുപോലെ ഇത്തവണ പെൻഷൻ കൂട്ടി കൊടുത്തിട്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. അതായത് ജനം അങ്ങനെ എല്ലായ്പ്പോഴും ഇത്തരം ചെറിയ ചെറിയ ഈ പറഞ്ഞ സമ്മാനങ്ങളിൽ, പാരിതോഷികങ്ങളിൽ വീഴാൻ പോകുന്നില്ല എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അത് എവിടെയെങ്കിലും ഒരിടത്ത് ഒതുങ്ങുന്നതല്ല പറഞ്ഞ. അതിന്റെ ഒരു പ്രത്യേകത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അത് ഏറിയും കുറഞ്ഞുള്ള അളവിൽ എല്ലായിടത്തും പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 6 നഗരസഭകളിൽ 5 കൈവശം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോ ഒരിടത്തും ഭൂരിപക്ഷം ഇല്ലാതെ 4 UDF-നും 1 മാത്രം അതും അറ്റപ്പറ്റ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് ഒതുങ്ങിയത്. ഗ്രാമപഞ്ചായത്തുകൾ കുത്തകയായിരുന്ന, ഒരു കാലത്തും ഇളകാത്ത ഗ്രാമപഞ്ചായത്തുകൾ പോലും അവരുടെ കയ്യിൽ നിന്ന് പോയതൊക്കെ ഈ പറഞ്ഞ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരു വലിയ വിഭാഗം ഈ പറഞ്ഞ നയങ്ങളോട്, ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് യോജിക്കുന്നില്ല. അവരുടെ മനസ്സിലും അതൃപ്തിയുണ്ട്, അവരുടെ മനസ്സിലും നിരാശയുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ്. അത് നേതാക്കൾക്കിടയിലും ഉണ്ട്. തിരുവായ്ക്ക് എതിർവായില്ല എന്ന ആ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി പോകുമ്പോൾ അങ്ങനെയല്ല ഈ പാർട്ടി പ്രവർത്തിക്കേണ്ടത്. അടിത്തട്ട് മുതൽ ചർച്ച വേണം, സ്വയം വിമർശനം വേണം, തിരുത്തൽ വേണം. അത് കടലാസിൽ പോരാ, പ്ലീനത്തിൽ എഴുതി വെച്ചാൽ പോരാ, പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞാൽ പോരാ. അത് പ്രാവർത്തികമാക്കണം, അത് പ്രായോഗികമാക്കണം. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ശൈലിയിലേക്ക്, ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് അത് കൺവെർട്ട് ചെയ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ധാരാളം പേർ ഈ പാർട്ടിക്ക് അകത്ത് തന്നെയുണ്ട്. മാത്രമല്ല, ഒരു കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും അവന്റെ ചിഹ്നം മാറ്റി ചെയ്യില്ല എന്ന ആ സങ്കല്പം പോലും കടപഴകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്ക്, ആ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഇപ്പോ BJP-യുടെ താമരയിൽ കുത്താൻ ഒരു മടിയുമില്ല എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിന് മുമ്പ് നടന്ന
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇത്തവണ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് ഒരിക്കൽ കൂടി അസന്നിഗ്ധമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഈ പറയുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാൽച്ചുവട്ടിലെ മണ്ണ് വല്ലാതെ ഊർന്നു പോയതിന്റെ കാരണം അവർക്ക് ഈ പഴയ പോലെയല്ല. അവര് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മാറി കുത്താൻ അവർക്ക് ഒരു മടിയുമില്ല. വർഗീയ പ്രീണനം കൊണ്ട് അങ്ങനെയുള്ളവരെ, ആ പ്രീണനത്തെ താലോലിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഇങ്ങനെ മാറി മാറി താലോലിക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വ്യക്തമായ നിലപാട് വേണം. അത് ഈ രണ്ട് വർഗീയതകളെയും താലോലിക്കാത്ത മതനിരപേക്ഷതയുടെ ഒരു നിലപാടായിരിക്കണം. 10 വോട്ടിന് വേണ്ടി ഇങ്ങനെ നിലപാട് മാറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ നെഞ്ചേറ്റിയവർക്ക് ദഹിക്കുന്ന കാര്യമല്ല എന്ന് കൃത്യമായി ഈ പറയുന്ന സർക്കാരിനെയും നേതാക്കളെയും ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ സംരക്ഷണത്തിലെ ചാമ്പ്യൻസ് ആണെന്ന് സ്വയം അവകാശപ്പെട്ടവര് അതിനുശേഷം സമ്മർ സോൾട്ട് അടിച്ച് യു-ടേൺ അടിച്ച് ഇപ്പുറത്ത് ഹിന്ദു വർഗീയതയുടെ ആഗോള വിശ്വാസികൾക്കൊപ്പം ഒന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും അതിനുശേഷം ഈ പറഞ്ഞ അയ്യപ്പന്റെ സ്വർണം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള പുറത്തു വരികയും ചെയ്തപ്പോൾ ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ, പാർട്ടിപരമായൊരു നടപടി എടുക്കാൻ പോലും തന്റെ ഇടം കാണിക്കാതിരിക്കുകയും എന്നിട്ട് മറുവശത്ത് കോൺഗ്രസിന് നേരെ നടപടി എടുത്ത കോൺഗ്രസ് ചെയ്തത് പോരാ എന്ന് പറയുന്നതിലെ ഒരു പൊരുത്തക്കേടും വൈരുദ്ധ്യവും ജനം കൃത്യമായി തിരിച്ചറിഞ്ഞു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തേണ്ട മുദ്രാവാക്യം ഇത്തരം അശ്ലീലം അല്ല, അല്ലെങ്കിൽ ഇത്തരം ഈ പറഞ്ഞ സ്ത്രീ പീഡനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇലക്ഷനെ നേരിടേണ്ടി വരുന്നെങ്കിൽ അതൊരു ഗതികേടാണ്. ആ ഗതികേട് ഉൾക്കൊള്ളാൻ ജനം തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് ഇത്തരം ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള വികാരപരമായ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടല്ല, മറിച്ച് വ്യക്തമായ നയങ്ങളുടെ, വ്യക്തമായ പരിപാടികളുടെ, വ്യക്തമായ കാഴ്ചപ്പാടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. PM ശ്രീ പോലെയുള്ള ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ട് RSSന്റെ വർഗീയ അജണ്ടയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് അത് ഘടകകക്ഷികളെ പോലും മറച്ചു വെച്ചിട്ട് ഒടുവിൽ അതിൽ നിന്ന് പിന്മാറി തീരുമാനം മാറ്റേണ്ടി വന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ഒരു പാർട്ടി പോകുന്നതിലെ ആ ഒരു വല്ലാത്ത ആ ഒരു പതനം അല്ലെങ്കിൽ അല്ലാത്ത ഒരു നിലവാര തകർച്ച അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ജനം മനസ്സിലാക്കുന്നുണ്ട്. ആ പാർട്ടിയിലെ തന്നെ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കിയവരെല്ലാം ചേർന്ന് അവരും ഈ സർക്കാരിന് എതിരെ ഉള്ള സർക്കാർ വിരുദ്ധത ഉൾക്കൊള്ളുന്ന മനുഷ്യരും ചേർന്ന് കൊടുത്ത വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ പറഞ്ഞ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചറിയുന്നത്.